പേര് പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. RRB NTPC പരീക്ഷയുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി സിമ്പിൾ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുക. എങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഞാനിവിടെ ഒന്ന് പറയാം. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യമാണ്. ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ഈ സിമ്പിൾ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്? നിങ്ങളുടെ മുതലിന് മാത്രം പലിശ കിട്ടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. രണ്ട് തരത്തിൽ ഇൻട്രസ്റ്റുകളുണ്ട്. ഇൻട്രസ്റ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ടിന് മാത്രം പലിശ കിട്ടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മുതലിനും പലിശ കിട്ടും, പലിശയ്ക്കും പലിശ കിട്ടും. അപ്പോൾ മുതലിനും പലിശയ്ക്കും പലിശ കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നും, മുതലിന് മാത്രം പലിശ കിട്ടുന്നു. ഇവിടെ ഈ മുതലിന് മാത്രം പലിശ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു 10,000 രൂപ കൊണ്ട് ബാങ്കിൽ ഇട്ടാൽ 10% പലിശയാണ് ബാങ്ക് തരുന്നതെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് 1000 രൂപ കിട്ടും. രണ്ടാമത്തെ വർഷവും 1000 രൂപ, മൂന്നാമത്തെ വർഷവും 1000 രൂപ, നാലാമത്തെ വർഷവും 1000 രൂപ. അപ്പൊ എല്ലാ വർഷവും ഇങ്ങനെ 1000 വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ 1000 രൂപ വീതം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എല്ലാ വർഷവും. അതായത് ഇപ്പം 1000 എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ ഉദാഹരണമാണ്. നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ആ പെർസെൻറ്റേജ് എത്രയാണോ അത് തന്നെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇനി എങ്ങനെയാണ് ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള ഇക്വേഷനൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ 10,000 രൂപ 10% പലിശ 2 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം 10,000 ഇൻറ്റു 10% അല്ലേ, സോ 10/100 ഇൻറ്റു 2. അപ്പോൾ ഈ 2 പൂജ്യം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് എത്ര കിട്ടും? 1000 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2000 രൂപ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ ഈ സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മളുടെ ഈ സാധനത്തിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ഇതിനെ വിളിക്കുന്നതാണ് റേറ്റ് പെർസെൻറ്റേജ്. ഇതിനെ വിളിക്കുന്നതാണ് നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ നോക്കണം. അപ്പോൾ ഇതിനെ വെച്ചിട്ടാണ് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ? I ഈക്വൽ ഇൻട്രസ്റ്റ് ഈക്വൽ PNR/100. ഇപ്പം ചിലർ PNR എന്നേ പറയത്തുള്ളൂ, by100 എന്ന് പറയത്തില്ല. ഇപ്പം റേറ്റ് പെർസെൻറ്റേജിലാണെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ PNR എന്ന് പറഞ്ഞാൽ മതി. PNR/100 എന്തായാലും റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ by100 ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ PNR/100 എന്ന് പറയുന്നത്. PNR എന്ന് പറഞ്ഞാലും ശരിയാണ്. I ഈക്വൽ PNR or I ഈക്വൽ PNR/100. 6 എന്ന് പറയുമ്പോൾ റേറ്റ് പെർസെൻറ്റേജ് ആണെന്നുള്ളത് അവിടെ ഓർത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ സിമ്പിൾ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ. ഇതിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ സംഭവം സിമ്പിൾ ആണെങ്കിലും ചോദ്യങ്ങൾ ചിലപ്പോഴൊക്കെ ചില ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. നമ്മൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരല്പം ആലോചിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചില ചോദ്യങ്ങളെന്നാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇതിൻ്റെ ആൻസർ 8%. എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലെയിംസ് ദാറ്റ് ഇറ്റ് റിട്ടേൺസ് 3 times ദ പ്രിൻസിപ്പൽ ഇൻ 25 years. അതായത് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന, അവർ നമുക്ക് തരുന്ന ഒരു പ്രോമിസ് ആണ്. നിങ്ങൾ 100 രൂപ ഞങ്ങളുടെ കയ്യിൽ തന്നാൽ, ഞങ്ങളുടെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് എത്ര ആകും? അത് 3 മടങ്ങാകും. അതായത് 300 രൂപയാകും. അപ്പോൾ എത്രയായി? 3 times ആയി അല്ലേ? അതെ. എത്ര വർഷം കൊണ്ടാ? 25 വർഷം കൊണ്ടാ. അപ്പോൾ ഈ 100 രൂപ 300 രൂപ ആയി എന്ന് പറയുമ്പോൾ അവിടെ സംഭവിച്ച കാര്യം എന്താ? 200 രൂപ പലിശ കിട്ടി അല്ലേ? അതെ. ഈ 200 രൂപ പലിശ കിട്ടാൻ എത്ര വർഷം എടുത്തു? 25 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എത്ര? 200. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ മുതലിന് മാത്രം പലിശ കിട്ടും, എല്ലാ വർഷവും ഒരു സർട്ടൻ എമൗണ്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 25 വർഷം 200 ആണെങ്കിൽ ഒരു വർഷം എന്ന് പറയുമ്പോൾ 200 ഡിവൈഡഡ് ബൈ 25 എത്രയാണ്? 8 അല്ലേ? ഓക്കെ. ഇനി എന്താണ് റേറ്റ് പെർസെൻറ്റേജ്? നമുക്ക് അപ്പോൾ ഇവിടെ റേറ്റ് പെർസെൻറ്റേജ് ഇനിയും കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. 100 രൂപയ്ക്ക് ഒരു വർഷം 8 രൂപ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? 8% എന്നാണ്. ഇപ്പോൾ ഈ 5% റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100 രൂപയ്ക്ക് ഒരു വർഷം 5 രൂപ കിട്ടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താണ്? ഒരു വർഷം 8 രൂപ കിട്ടി. അപ്പോൾ 100 രൂപയ്ക്ക് ഒരു വർഷം 8 രൂപ കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? റേറ്റ് പെർസെൻറ്റേജ് 8% ഇനി അല്ല, നിങ്ങൾക്ക് റേറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ഒരു ഇക്വേഷൻ പറഞ്ഞുതരാം. റേറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ P ഇൻറ്റു 100. I എന്ന് പറഞ്ഞാൽ എത്ര? I എത്ര? ഇവിടെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റിനെ വേണം I ആയിട്ട് എടുക്കാൻ. സോ ഇതാണ് I. 8.
ഡിവൈഡ് ബൈ പ്രിൻസിപ്പൽ എത്ര 100 ഇൻറ്റു 100. വെറുതെ ചമ്മാൻ നിൽക്കരുത്. നമ്മൾ ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മളങ്ങ് ചെറുതായി അയ്യേ ഇവൻ ഇങ്ങനെയാണോ ചെയ്യുന്നത് ആ ചോദ്യം തന്നെ വിചാരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ചമ്മാനായിട്ട് നിൽക്കരുത്. 100 രൂപയ്ക്ക് 8 കിട്ടിയാൽ 8% ചിന്തിച്ചോണം. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഈ ഒരു കാര്യമില്ലാതെ 100നെ 100 വെട്ടിക്കളഞ്ഞ് 8% എന്ന് എഴുതും. അങ്ങനെ വെറുതെ ഇങ്ങനെ ഇളിയാനായിട്ട് നിൽക്കരുത്. അപ്പോൾ ആൻസർ എത്രയാണ് മക്കളെ? 8% ഉണ്ടോ? 8% എന്ന് നമുക്ക് ആൻസർ കിട്ടും. വളരെ സിമ്പിളാണ്. സോ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. റേറ്റ് പെർസെൻറ്റേജ് I/P × 100 എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹2,500 ഈസ് മോർ ദാൻ ദ ഇൻട്രസ്റ്റ് ഓൺ 1,500 ബൈ 360 in 3 years. അപ്പോൾ ഇവിടെ റേറ്റ് പെർസെൻറ്റേജ് നമുക്ക് അറിയത്തില്ല. രണ്ടിടത്തും നമ്പർ ഓഫ് ഇയേഴ്സ് 3 ആണ്. പറഞ്ഞിരിക്കുന്നത് എന്താ? 25,000 രൂപയ്ക്ക് പലിശ അറിയത്തില്ല. 6% വെച്ച് 3 വർഷത്തെ പലിശയും. ഇനി അതേപോലെ 25,000 അല്ല, ഒരു 0 കൂടുതലല്ലേ? സോറി, നമുക്കത് ഒത്തിരി വലിയ റേസറാണ്. 2,500-ന് 6% പലിശ വെച്ചിട്ട് 3 വർഷം മൈനസ് അത് തമ്മിലുള്ള വ്യത്യാസം എത്ര പറയുന്നത്? 1,500-ന് അതേ 6% പലിശ വെച്ച് അതേ 3 വർഷത്തേക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 360 ആണ്. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 0 വെട്ടിപ്പോൾ 25 × 3 75 6 മൈനസ് 75 6 മൈനസ് ഈ 2 0 വെട്ടിപ്പോൾ 15 × 3 45. അപ്പോൾ എത്രയാണ്? 45 R ഈസ് ഈക്വൽ ടു 360. ഓക്കെ, അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തമ്മിലുള്ള വ്യത്യാസം 30R ഈസ് ഈക്വൽ ടു 360 എന്ന് കിട്ടും. അപ്പോൾ R ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 30 എത്ര കിട്ടും? 36/3 എത്ര കിട്ടും മക്കളെ? 12% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ആൻസർ എത്ര കിട്ടും? 12%. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ ഡി ശരിയാണോ? തീർച്ചയായും. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 12% എന്ന് നമുക്ക് ആൻസർ കിട്ടി. യെസ്. സോ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ്? അറ്റ് വാട്ട് ആനുവൽ റേറ്റ് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് റൗണ്ട് ഓഫ് ടു ദ നിയറസ്റ്റ് ഇൻറ്റീജർ ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് വിൽ എ സം ഓഫ് മണി ബിക്കംസ് 5 times in its initial value in 18 years. ഓക്കെ, അതായത് നിങ്ങളുടെ കയ്യിൽ ആദ്യം ഉള്ളത് 100 രൂപയാണെന്ന് വിചാരിക്കുക. 100 ആണെന്ന് വിചാരിക്കുക. അത് എത്ര ആവണം? 5 times ആവണം. 5 times. അപ്പോൾ എത്ര ആവണം? 500 ആവണം. ഓക്കെ, ഡിഫറൻസ് എത്ര വരും? 400. അപ്പം നിങ്ങൾക്ക് കിട്ടേണ്ട ഇൻട്രസ്റ്റ് എത്ര? 400. ഈ 400 കിട്ടണം 18 വർഷം കൊണ്ട് വേണം കിട്ടാൻ. അപ്പോൾ 18 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 400. ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 400 ഡിവൈഡഡ് ബൈ 18 എത്രയാണ്? 22.22% എന്ന് കിട്ടും. അതായത് 100 രൂപയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 100 രൂപയ്ക്ക് ഒരു വർഷം കിട്ടുന്നത് 22.22. 100 രൂപയ്ക്ക് ഒരു വർഷം 22.22. അപ്പോൾ ഈ 22.22-നെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര എന്ന് പറയാം? 22% ആണെന്ന് പറയാം. ഓപ്ഷനിലുണ്ടോ? ഉണ്ടല്ലോ. ഓപ്ഷൻ സി ശരിയാണോ? ആണല്ലോ. എത്രയാണ്? ഓപ്ഷൻ സി എത്ര കിട്ടി? 22%. സോ വളരെ ശരിയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സിമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ എ സം അറ്റ് ദ റേറ്റ് ഓഫ് 8% per annum ഈസ് 2/5 ഓഫ് ദ സം. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്കറിയത്തില്ല. ഞാൻ അതിനെ 100 ആയിട്ട് എടുത്തു. പിന്നെ റേറ്റ് പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 8%. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു വർഷം 8 രൂപ കിട്ടും എന്നാണ് കേട്ടോ. 100 രൂപ കൊണ്ടിട്ടാൽ ഒരു വർഷം 8 രൂപ കിട്ടും. ഇനി വേറൊരു കാര്യം അവർ പറഞ്ഞ് ശ്രദ്ധിച്ചോ? 2/5 ഓഫ് സം ആണ് ഇയാൾക്ക് കിട്ടേണ്ടത്. അതായത് 100 ആണ് പ്രിൻസിപ്പിൾ എങ്കിൽ അതിൻ്റെ 2/5 എന്ന് പറയുമ്പോൾ 40 രൂപ കിട്ടണം. 40 രൂപ കിട്ടണം. എത്ര വർഷം എടുക്കും? ഒരു വർഷം 8 കിട്ടുന്നത് അല്ലേ? അതെ. അപ്പോൾ 40 കിട്ടാനായിട്ട് എത്ര വർഷം എടുക്കും? വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? 40 ഡിവൈഡഡ് ബൈ ഒരു വർഷം കിട്ടുന്നത് എത്രയാണ്? 8 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും? 5 വർഷം. എത്ര ആലോചിച്ചാൽ മതി. അയാളുടെ ഇപ്പം എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ എ സം അറ്റ് ദ റേറ്റ് ഓഫ് 8% per annum is 2/5 ഓഫ് ദ സം.
2/5 ഓഫ് ദ സമ്മ് കിട്ടണം എന്ന് പറയുമ്പോൾ 100 ആണെങ്കിൽ സമ്മെങ്കിൽ 2/5 എന്ന് പറയുമ്പോൾ 40 രൂപ കിട്ടണം. 8% ആണ്. എത്രയാണ്? 8% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷം 8 കിട്ടത്തുള്ളൂ. അപ്പോൾ 100ന് ഒരു വർഷം 8 കിട്ടത്തുള്ളൂ, 40 കിട്ടണം. 8 വെച്ച് 40 കിട്ടാൻ എത്ര സമയം എടുക്കും? 8 × 5 40. സോ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം എന്താണ്? ഇഫ് ദ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് in consecutive years is 4% and 5% respectively, then what will be the total amount payable on 25,000 in 2 years? വളരെ എളുപ്പമാണ്. ഈ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇപ്പോൾ ആദ്യത്തെ വർഷം 4%, അടുത്ത വർഷം 5% എന്ന് പറയുമ്പോൾ 100ന്റെ 4% ഒരു വർഷം കിട്ടുന്നു, 100ന്റെ 5% അടുത്ത വർഷം കിട്ടുന്നു. അപ്പോൾ ആദ്യത്തെ 100 രൂപയാണെങ്കിൽ ഒരു വർഷം 4 രൂപ കിട്ടി, അടുത്ത വർഷം 5 കിട്ടി. ഇപ്പോൾ 2 വർഷം കൂടെ എത്രയാണ്? 9% പലിശ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? Then what will be the total amount payable on 25,000 in 2 years? Total amount payable in 25,000 in 2 years. അപ്പോൾ 9% എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിൻസിപ്പൽ എമൗണ്ട് 100% ആണെങ്കിൽ റേറ്റ് പെർസെൻറ്റേജ് 9% ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് 109% അല്ലേ? 100 രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടി, നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. 9 രൂപ നിങ്ങൾക്ക് ബാങ്ക് തന്നു. അപ്പോൾ 109 എത്രയായി? 109 നിങ്ങളുടെ കയ്യിലുണ്ട്. അതായത് നിങ്ങളുടെ എമൗണ്ടിൻ്റെ 109% നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രിൻസിപ്പൽ അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ഉണ്ട്? എമൗണ്ട് പേയബിൾ ആണ് ചോദിച്ചിരിക്കുന്നത്, ഇൻട്രസ്റ്റ് അല്ല. എമൗണ്ട് പേയബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 25,000 ഇൻറ്റു 109% എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 250 ഇൻറ്റു 109 എന്ന് വരും. 250നെ 150 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 27,250, 27,250 എന്ന് നമുക്ക് കിട്ടും. ശരിയാണോ? തീർച്ചയായിട്ടും. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം എന്താണ്? ദ simple interest received by a person in 10 years on a principal of rupees 8,500 is 180% of the principal. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഇൻ 10 years, ഒരുത്തന് 10 വർഷം കൊണ്ട് കിട്ടിയത് എത്ര? എമൗണ്ട് പറയുന്നുണ്ട് 8,500. ഇവിടെ എമൗണ്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? എത്രയോ തുക ആയിക്കോട്ടെ, 10 കൊല്ലം കൊണ്ട് കിട്ടിയത് 180% ഓഫ് പ്രിൻസിപ്പിൾ. അതായത് പ്രിൻസിപ്പിൾ എമൗണ്ട് 100 ആണെങ്കിൽ ഇവന് കിട്ടിയ ഇൻട്രസ്റ്റ് 10 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 180% ആണ്. അപ്പോൾ ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? 180 ഡിവൈഡഡ് ബൈ 10 എത്ര കിട്ടും? 18%. നിങ്ങളിത് ഒരു കാര്യമില്ലാതെ ഇതിലോട്ട് ആരോപിച്ച് ചെയ്യാനൊന്നും നിൽക്കരുത്. 8,500 അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സമയം പോകുന്നത്. ഇതേ ആൻസർ തന്നെ കിട്ടും, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ചമ്മലുണ്ടാവും. നമുക്ക് തന്നെ ഒരു എന്തിനെങ്ങനെ ചെയ്തെന്ന് തോന്നും. അങ്ങനെ തോന്നണ്ട. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ രീതി ചെയ്യുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. 10 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 180 ആണെങ്കിൽ ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? 18%. കേട്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. 18%. അടുത്ത ചോദ്യം, the simple interest earned on rupees 7,000 in 2 years at the rate of R% per annum equals to the simple interest earned on rupees 5,000 at the rate of 5% per annum in 14 years എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ അതായത് ഇയാൾ 7,000 രൂപയ്ക്ക് 2 വർഷം 6% പലിശ കിട്ടുന്നതിന് തുല്യമാണ് 5,000 രൂപയ്ക്ക് 5% വെച്ച് 14 വർഷം പലിശ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതാൻ പോവുകയാണ്. ആദ്യം എന്താണ്? 7,000 രൂപയ്ക്ക് 6% പലിശ 2 വർഷം കൊണ്ട് കിട്ടുന്നു. 7,000 രൂപയ്ക്ക് 6% പലിശ 2 വർഷം കൊണ്ട് കിട്ടുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ. അതിന് ഈക്വലാണ് എന്ത്? 5,000 രൂപയ്ക്ക് 5% പലിശ 14 വർഷം കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 140 R is equal to 50 × 5 × 14. അപ്പോൾ നമ്മൾ R is equal to 140 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഹരിക്കണം, കാരണം അവിടെ ഗുണിച്ചിരിക്കുകയാണ്. 50 × 5 × 14 ഡിവൈഡഡ് ബൈ 140. അപ്പോൾ ഈ 0യും കട്ട് ചെയ്ത് പോകുന്നു, ഈ 14യും കട്ട് ചെയ്ത് പോകുന്നു. പിന്നെ 5 × 5 മാത്രമേ എവിടെ ഉള്ളൂ?
മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടി? 25. ഓപ്ഷനിലുണ്ടോ? തീർച്ചയായും. സോ ആൻസർ എത്രയാണ്? 25%. ശരിയാണോ? അല്ലാതെ എവിടെ പോകാൻ? തീർച്ചയായും യെസ്. അടുത്ത ചോദ്യം. A man invested 4,500 at a 5% per annum and 5,500 at 8% per annum simple interest. Both investments were for 4 years each. The amount received from the lower rate of interest is what percentage? Round off to the nearest integer to the amount received from the higher rate of interest. വളരെ എളുപ്പമാണ്. ഇവിടെ ആദ്യം നമുക്ക് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്. ഒരാൾ 4,500 രൂപ, എത്ര വർഷം? 5%. അടുത്ത അത് എത്രയാണ്? 4,500 5% per annum and 5,500 for 8% per annum. രണ്ടും എത്ര വർഷത്തേക്കാണ്? 4 വർഷത്തേക്കാണ്. 4 വർഷത്തേക്കാണ് രണ്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 4 വർഷത്തേക്കാണ്. ഓക്കെ, ഇനിയും പറയുന്ന കാര്യം ശ്രദ്ധിച്ചു. എന്തുവാ പറഞ്ഞിരിക്കുന്നത്? ദി എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി എ എന്ന് വിളിക്കുകയാണേ. ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ ഹയർ റേറ്റ്. ഇതാണല്ലോ ഹയർ റേറ്റ്, അതിനെ ഞാൻ ബി എന്ന് വിളിക്കുകയാണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ഞാൻ എ ആയിട്ട് എടുത്തു. ആ എ എന്ന് പറയുന്നത് is what percentage of the amount received from the higher rate of interest. അത് ബി ആണല്ലോ. സോ എ എന്ന് പറയുന്നത് ബിയുടെ എത്ര ശതമാനം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ചെയ്യാം. നമ്മൾ പെർസെൻറ്റേജിൻ്റെ ഒരു കുറച്ച് സഹായം കൂടി ഇതിനകത്തിൽ എടുക്കുകയാണെങ്കിൽ, ഇപ്പം 5% പലിശ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 4 വർഷം കൊണ്ട് അപ്പം മൊത്തം എത്രയായി? 20% ആയില്ലേ? ഒരു വർഷം 5, അടുത്ത വർഷം 5, അങ്ങനെ 5 വെച്ച് 4 വർഷം. അപ്പോൾ 20% മൊത്തത്തിൽ 5 കൊല്ലം കൊണ്ട് പലിശ കിട്ടി. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇങ്ങനെ ചിന്തിക്കാനേ പറ്റത്തില്ല. 8% വെച്ച് 4 വർഷം എത്രയായി? 32% പലിശ കിട്ടി. ഇനി നമുക്ക് A/B വെച്ച് ചെയ്യണം. അപ്പോൾ ഇതിന് 20% വെച്ച് കിട്ടി. ആകെ 20% കിട്ടി. മക്കളെ, ആകെ 20% കിട്ടിയെന്ന് പറയുമ്പോൾ മുതൽ എത്രയാണ്? എമൗണ്ട് റിസീവ്ഡ് ഫ്രം എന്നാ പറയുക. അപ്പോൾ ടോട്ടൽ ഇവിടെ ഇൻട്രസ്റ്റ് അല്ല, എമൗണ്ട് ആ കണ്ടുപിടിക്കേണ്ടത്. ഇൻട്രസ്റ്റ് അല്ല, എമൗണ്ട് ആണ്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്. 20% പലിശ കിട്ടിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? മുതലും പലിശയും കൂടെ 120% ആണെന്നല്ലേ? അതെ, അതായത് 4,500ന്റെ 120%. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചോണം, പെർസെൻറ്റേജും 2 പൂജ്യവും കൂടെ വെട്ടിക്കളയാം. അപ്പോൾ പെർസെൻറ്റേജും 2 പൂജ്യവും കൂടെ വെട്ടിക്കളഞ്ഞാൽ 45 × 120 ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 5,000. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യാം? നമുക്ക് 32%. അപ്പോൾ പെർസെൻറ്റേജും 2 പൂജ്യം വെട്ടിക്കളഞ്ഞിട്ട് പെർസെൻറ്റേജും 2 പൂജ്യം നമ്മൾ വെട്ടിക്കളഞ്ഞാൽ പിന്നെ 55 × 132 × 100. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ നമുക്ക് 11, 9, 30, 33 × 100 അല്ലേ? 33, 11, 3. അപ്പോൾ എല്ലാം കൂടെ വെട്ടിക്കളഞ്ഞ് നമുക്ക് 3 × 30 ഡിവൈഡഡ് ബൈ 121 × 100 എന്ന് വരും. അപ്പോൾ 90 ഡിവൈഡഡ് ബൈ 121 × 100 അപ്രോക്സിമേറ്റ്ലി നമുക്ക് 74.3 സംതിങ് അങ്ങനെയൊക്കെ കിട്ടും. സോ 74.3 വന്നതുകൊണ്ട് പിന്നെ അതിന് അടുത്ത് കിടക്കുന്ന ഏതേ ഉള്ളൂ? 74. സോ ആൻസർ എത്ര കിട്ടി നമുക്ക്? 74 എന്ന് നമുക്ക് ആൻസർ കിട്ടി. 74 എന്ന് നമുക്ക് ആൻസർ കിട്ടി. സോ 74 ശരിയാണോ? തീർച്ചയായും യെസ്, 74. അടുത്ത ചോദ്യം നോക്കാം. An amount of rupees P was put in simple interest at a certain rate for 4 years if it had been put at 6% higher rate. അപ്പോൾ നമ്മുടെ കയ്യിൽ P എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഉണ്ട്. അത് ആദ്യം നമുക്കറിയത്തില്ല, നമ്മൾ I% ഇട്ടു. അറിയത്തില്ലല്ലോ ഇൻട്രസ്റ്റ് എന്നുള്ളതുകൊണ്ട് I%. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോർ 4 years, 4 വർഷത്തേക്കാണ് ഇത് കേട്ടോ. 4 yearsന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇഫ് ഇറ്റ് ഹാഡ് ബീൻ പുട്ട് അറ്റ് 6% ഹയർ, 6% കൂടെ കൂട്ടി ഇട്ടിരുന്നെങ്കിൽ, അതായത് I+6. നമ്മൾ ഇത് വെച്ച് സോൾവ് ചെയ്യാനൊന്നും അല്ല പോകുന്നെങ്കിൽ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. I+6%. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര കിട്ടിയേനെ?
600 രൂപ കൂടുതൽ കിട്ടിയേനെ. ഓക്കെ, അപ്പോൾ ഒരു വർഷമല്ലേ നമുക്ക് ഈ 6% കൂടുതൽ കിട്ടുക. അപ്പം മൊത്തത്തിൽ 4 വർഷം കൊണ്ട് എത്ര ശതമാനം കൂടുതൽ കിട്ടിയേനെ? 24% കൂടുതൽ കിട്ടത്തില്ലായിരുന്നോ? അങ്ങനെ 24% കൂടുതൽ കിട്ടിയതല്ലേ 600? അതെ, ഇവിടെ ഒരു വർഷം 6%. ഇവിടെ നോക്ക്, ഒരു വർഷമല്ലേ ഈ വ്യത്യാസം വരുന്ന 6%. അപ്പം മൊത്തത്തിൽ 4 വർഷം കൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ആകുമ്പോൾ എല്ലാ വർഷവും 6% ആയിരിക്കും. 4 കൊല്ലം കൊണ്ട് 24%. 24%ആണ് 600. 1% എത്ര മക്കളെ? 600 ഡിവൈഡഡ് ബൈ 24 എത്ര കിട്ടും? 600 ഡിവൈഡഡ് ബൈ 24 എത്ര കിട്ടും കുഞ്ഞെ? 25. 1% 25 അല്ലേ? അപ്പോൾ 1% 25. എന്തോ വേണ്ടേ? എന്തോ കണ്ടുപിടിക്കണ്ടേ നമുക്ക്? വാട്ട് വുഡ് ബി 2.5p. അപ്പോൾ പി എന്ന് പറയുമ്പോൾ എത്ര? പി 100%. പി എന്ന് പറയുമ്പോൾ 100% കണ്ടുപിടിക്കേണ്ടത്. 1% 25 ആണെങ്കിൽ 100% എത്ര? 25 ഇൻറ്റു 100 എത്ര കിട്ടും? 2500. 1% എത്ര കിട്ടും? 2500. നമുക്ക് 2.5p വേണ്ടത്. എന്ത് കാര്യത്തിനാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവർ ചോദിച്ചേക്കുന്നത് 2.5p ആണ്. അപ്പോൾ 2500 ഇൻറ്റു 2.5. പി 2500 ഇൻറ്റു 2.5. 2500നെ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6250 എന്ന് ആൻസർ കിട്ടും. ആൻസർ എത്രയാണ്? 6250. ഓപ്ഷനിലുണ്ടോ? തീർച്ചയായും 6250. അടുത്തത്, വാട്ട് വിൽ ബി ദ സിമ്പിൾ ഇൻട്രസ്റ്റ്? അടുത്ത ചോദ്യം. വാട്ട് വിൽ ബി ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ പ്രിൻസിപ്പൽ ഓഫ് ₹2250 ഫോർ 5 years at the rate of 6% per annum? എൻ്റെ പൊന്ന് സാറേ, ഈ ചോദ്യമൊക്കെ അല്ലേ ആദ്യം ചോദിക്കേണ്ടത്? എന്ത് എളുപ്പമുള്ള ചോദ്യം. അത് ആദ്യം ചോദിച്ചാൽ ഒരു രസമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമൊക്കെ നമ്മൾ അത്യാവശ്യം കൊള്ളാവുന്ന ചോദ്യമൊക്കെ ചെയ്ത് അവസാനത്തേക്ക് വന്നപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. എന്താണ്? 2250 രൂപയ്ക്ക് 5% പലിശ വെച്ച് 5% പലിശയല്ല, 6% പലിശ വെച്ച് 5 വർഷത്തേക്ക് അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ വേണേൽ എഴുതാം. ആദ്യം 5 ഇട്ട് പിന്നെ 6 എങ്ങനെ വേണേലും എഴുതാം. എന്ന് വെച്ചാൽ 6% ഇൻറ്റു 5 എന്ന് എഴുതാം, 5 ഇൻറ്റു 6% എന്ന് എഴുതാം. കേട്ടോ, എങ്ങനെ വേണേലും എഴുതാം. അപ്പോൾ നമ്മളിതാ ഈ പൂജ്യം വെട്ടിപ്പോന്നു. 5ൻ്റെ ഇരട്ടി 2, 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3, 225 ഇൻറ്റു 3. 225നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 675. 675 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ശരിയാണോ നോക്കാം. തീർച്ചയായും. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളായിരുന്നു ഇത്. ചില ചോദ്യങ്ങളൊക്കെ ഒരല്പം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ നമുക്ക് NTPC പരീക്ഷയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിതിൻ്റെ അവസാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. താങ്ക് യു ഫേസ് കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇല്ലല്ലോ ഇനി ചോദ്യങ്ങൾ തീർന്നല്ലോ എന്നുള്ളൊരു സമാധാനം. അപ്പോൾ മക്കളെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് കഴിയുന്നത്ര ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. നമ്മൾ ഇന്നൊരു 10 ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 10 ഒന്നും ആവുന്നില്ല. എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും ചേർന്ന് പഠിക്കുക. ഓരോ ചോദ്യങ്ങളും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ നമ്മളുടെ ആ ഒരു കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചോദ്യങ്ങൾ ചെയ്ത് തീർക്കുന്നതിന് യാതൊരു മടിയും വിചാരിക്കാതിരിക്കുക. അതിന് ഒരിക്കലും ഒരു അതൊരു മടുപ്പ് അതിന് തോന്നാതിരിക്കുക. കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. ഇനി RRB NTPC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് പ്രോഗ്രാം നമ്മളുടെ ആപ്ലിക്കേഷനിലുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈവ് ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ക്ലാസ്സസിൻ്റെയും റെക്കോർഡഡ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് ഒരു ക്ലാസ് നിങ്ങൾക്ക് മിസ്സാവത്തില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിൻ്റെ റെക്കോർഡഡ് സെഷൻ ഒരു ക്ലാസ് കഴിഞ്ഞ് ഒരു അരമണിക്കൂറിനകം തന്നെ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓട്ടോമാറ്റിക്കലി അപ്ലോഡാണ്. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. അതുപോലെ തന്നെ ധാരാളം റെക്കോർഡഡ് സെഷൻസും PDF നോട്ടുകളും മോക്ക് ടെസ്റ്റുകളും അൺലിമിറ്റഡ് എക്സാംസും ഒക്കെ ആയിട്ടുള്ളൊരു കോഴ്സാണത്. താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സിൻ്റെ ഭാഗമാകുക. വളരെ ചെറിയൊരു തുകയ്ക്കാണ് നമ്മൾ ആ ഒരു കോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ചെക്ക് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ മക്കളെ. നമുക്ക് ഇനി വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം.